ഗസയിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ഫോടക വസ്തുക്കളും പൊട്ടാത്ത ബോംബുകളും കളിപ്പാട്ടങ്ങളാണെന്ന് കരുതി കയ്യിലെടുക്കുന്ന കുട്ടികൾക്ക് മാരകമായി പരിക്കേൽക്കുകയും ചിലർ മരണപ്പെടുകയും ചെയ്യുന്നതായാണ് ഗസയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഗസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇത്തരത്തിലുള്ള നിരവധി കുട്ടികളെയാണ് ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഓരോ ദിവസവും പ്രവേശിപ്പിക്കുന്നത്. ഇത്തരത്തിൽ പ്രവേശിപ്പിക്കുന്ന മഹാഭൂരിഭാഗം കുട്ടികളുടെയും കൈകൾ പൊട്ടിച്ചിതറിയ അവസ്ഥയിലാണെന്നും ഗസ ആരോഗ്യ മന്ത്രാലയം ഡയറക്ടർ ജനറൽ ഡോക്ടർ മുനീർ അൽ ബർഷ് പറയുന്നു. 2023 ഒക്ടോബർ 7 മുതൽ ഗസയിൽ ഇസ്രായേൽ ലക്ഷക്കണക്കിന് ബോംബുകളും മിസൈലുകളും മറ്റ് സ്ഫോടക വസ്തുക്കളും വർഷിച്ചിട്ടുണ്ട്. ഇവയിൽ കുറേ എണ്ണമെങ്കിലും പൊട്ടാതെ ഇപ്പോഴും ഗസയിലെ തകർന്ന കെട്ടിടങ്ങൾക്കിടയിലും നിരത്തുകളിലും കിടക്കുന്നുണ്ട്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം ഗസയിലേക്ക് മടങ്ങിയെത്തിയ കുട്ടികൾ ഇവ കളിപ്പാട്ടങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ച് കൈകളിലെടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ കുട്ടികളുടെ കയ്യിൽ വെച്ച് ബോംബുകൾ പൊട്ടി നിരവധി പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. നിരവധി പേർ മരണപ്പെടുകയും ചെയ്യുന്നു. ഗസയിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ വെടിനിർത്തലിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള നിരവധി കുട്ടികളെ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത്തരത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട മഹാഭൂരിഭാഗവും കുട്ടികളായിരുന്നുവെന്നും ഇവരുടെയെല്ലാം കൈകൾ സ്ഫോടനത്തിൽ ചിന്നിച്ചിതറിയ അവസ്ഥയിലായിരുന്നുവെന്നും ഗസയിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നു. പൊട്ടാതെ ബാക്കിയായ ബോംബുകളിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങൾ സ്വാഭാവികമായി സംഭവിക്കുന്നതാണെന്ന് കരുതാനാകില്ല എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇതിനു പിന്നിൽ കുട്ടികളെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ക്രൂരബുദ്ധി ഇസ്രായേൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ബാക്കിയായ പല യുദ്ധക്കോപ്പുകളുടെയും രൂപം കളിപ്പാട്ടങ്ങളുടേതിന് സമാനമാണ്. കളിപ്പാട്ടങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചാണ് കുട്ടികൾ ഇവ കൈകളിലെടുക്കുന്നത്. കുട്ടികൾ കയ്യിലെടുക്കുമെന്ന ക്രൂരബുദ്ധിയോടെ തന്നെയാണ് ഇസ്രായേൽ തങ്ങളുടെ ആയുധങ്ങൾക്ക് കളിപ്പാട്ടങ്ങളുടെ രൂപം നൽകിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്.